സിനിമയ്ക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെ ആണ് മലയാള സിനിമ കടന്നു പോകുന്നത് എന്ന് AP ശ്രീകുമാർ. 100ഓളം സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ കാമുകിയോ ആയിരുന്നെന്നും ബാക്കി സിനിമകളിലൊക്കെ നായികയായിരുന്നു എന്നാണ് പറയുന്നത്. 100ലേറെ നായികമാര് അദ്ദേഹവുമായിട്ട് അഭ്രപാളികളിൽ എല്ലാം മറന്ന് ഉല്ലസിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിനിമാ നടി പോലും നസീറിനെ പറ്റി മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സെറ്റുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അവർ പങ്കിടാണ്. ഞാൻ ഈ പറയുന്ന ഇതേ ദിവസവും ഇന്ന് വർത്തമാന മലയാള സിനിമയിൽ എന്ത് ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമാ നടി അല്ലേ നീതിക്ക് വേണ്ടി സുപ്രീം കോടതിയുടെ മുമ്പിൽ കാത്തു നിൽക്കുക. അപ്പം നമ്മൾക്ക് ആരാണ് നീതിമാനായ നടൻ നടി എന്നറിയില്ല. നമ്മളിപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഈ സിനിമാ രംഗത്തിലുള്ളവർ തന്നെ ആരാണ് ഇരയോടൊപ്പം ഉള്ളത്, ആരാണ് വേട്ടക്കാരോടൊപ്പം ഉള്ളതെന്ന് അറിയില്ല. അവർ ഇരയോടൊപ്പം എന്ന് തോന്നിപ്പിക്കുകയും വേട്ടക്കാരനോടൊപ്പം നടക്കുകയും ചെയ്യും. തിരുവല്ലോമല ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച അനശ്വര നടൻ പ്രേം നസീറിന്റെ 100ാം ജന്മദിനാഘോഷമായ നിത്യഹരിതം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മലയാള സിനിമയിലെ മൂല്യച്യുതികളെക്കുറിച്ചും സമകാലിക അവസ്ഥകളെക്കുറിച്ചും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ 100ിലധികം നായികമാരോടൊപ്പം അഭിനയിച്ച പ്രേം നസീർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നുവെന്നും പ്രഭാഷകനും നിരൂപകനുമായ ശ്രീകുമാർ വ്യക്തമാക്കി. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് KP ഉമാശങ്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ പ്രേം നസീറിന്റെ സ്മരണകൾ പുതുക്കുന്നതിനൊപ്പം സിനിമയിലെ നിലവിലെ പോരായ്മകൾ ചർച്ച ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചടങ്ങിൽ അഭിപ്രായമുയർന്നു. വായനശാല സെക്രട്ടറി ബാബു പരശുരാം ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ജയപ്രകാശ് കുമാർ, രാംകുമാർ, ജ്യോതി മലാറ, സുരേഷ് ബാബു, ഗിരീഷ് രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുകയും നസീർ എന്ന മനുഷ്യസ്നേഹിയായ കലാകാരനെ അനുസ്മരിച്ച് സംസാരിക്കുകയും ചെയ്തു. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രേം നസീർ അഭിനയിച്ച വിഖ്യാത സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കി നടത്തിയ ഗാനസന്ധ്യ ജനശ്രദ്ധയാകർഷിച്ചു. സിനിമാ പ്രേമികളും നാട്ടുകാരും പങ്കെടുത്ത പരിപാടി തിരുവല്ലോമലയുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദാഹരണമായി മാറി.